ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടുത്തെ പാലാ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അറിയാമല്ലോ, ഞാൻ ഒരു 1 ഇയർ ഇവിടെ തന്നെ കോട്ടയത്ത് താമസിക്കുകയാണ്, പാലയിൽ. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പാലയിൽ ജൂബിലി ആഘോഷം കാണാതെ പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ട് കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ഭയങ്കരമായിട്ട് ഈ പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് റോഡിൻ്റെ സെൻട്രലിലാണ് ഇരിക്കുന്നത്. പാലാ ജംഗ്ഷനിൽ സെൻട്രലായിട്ടാണ് ഈ ഒരു പള്ളി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ റോഡും ഭയങ്കര തിരക്കാണ്, റോഡിൽ ഇരിക്കുന്നത് കാരണം. സാധാരണ പള്ളിയൊക്കെ നമ്മുടെ അവിടെ ട്രിവാൻഡ്രത്ത് വെട്ടുകാട് പള്ളിയൊക്കെ ഒതുങ്ങി ഒരു ഏരിയയിലല്ല ഇരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, റോഡിൻ്റെ സെൻട്രലിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ്. ഒരുപാട് ആൾക്കാരാണ് വരുന്നത് കാണാനായിട്ട്. ഭയങ്കര ലൈറ്റിനിങ്, ഭയങ്കരമായിട്ടുള്ള ലൈറ്റിനിങ്ങും അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഭയങ്കരമായിട്ട്, അതായത് പാലാ ടൗൺ മൊത്തത്തിൽ ഭയങ്കര ലൈറ്റിനിങ്ങാണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുനിന്നൊരു 10 മിനിറ്റ്, ഒരു 4.5 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി അത് കാണാനായിട്ട് പോയതാണ്. കാണുന്നതാണ് പള്ളിയുടെ ആ റോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന മെയിൻ ഭാഗമാണ് അത്. കാണുന്ന ടവർ പോലെ കാണുന്നത്. പിന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എത്തിച്ചേർന്ന് 2 വശങ്ങളിലേക്കുമായിട്ട് മാറുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പന്തലിൻ്റെ മുൻവശത്ത് വാതിലടഞ്ഞു നിൽക്കാതിരിക്കാൻ ദയവായി എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വലിയ ജനക്കൂട്ടം പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിങ്കൽ